ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ ഒന്നും ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. കൂടുതൽ ഇൻട്രോ കൊടുക്കാനൊന്നും പറ്റിയില്ല. രാവിലെ തന്നെ നീറ്റ് നേരെ കിച്ചണിക്ക് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണ്ടൊക്കെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നേരെ പോയിട്ട് നിസ്കരിക്കാൻ നിന്നും അമ്മയോട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഞാൻ വേഗം നേരെ കൂടെ പോയി നിസ്കരിക്കാമെന്ന് വിചാരിച്ച് നേരെ കിച്ചണിക്ക് പിന്നെയും പോയി. കാരണം രാത്രിയാകുമ്പോൾ ചില സമയത്ത് എനിക്കൊരു മൂഡ് വരും. അപ്പോൾ ഞാൻ തന്നെ പോയി രാത്രി സാധനങ്ങൾ കഴുകി വെക്കുക, അല്ലെങ്കിൽ മമ്മ കഴുകി വെക്കാറുണ്ട്. ചില സമയത്ത് മമ്മോട് പറയും മമ്മ അവിടെ വെച്ചോളി, നമുക്ക് രാവിലെ നീട്ടിട്ട് കഴുകാം, ഞാൻ ചായ ഉണ്ടാക്കാൻ പോണ സമയത്ത് കഴുകാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെച്ചോളി പറയും കേട്ടോ. ആ ദിവസമാണെന്ന്. അപ്പോൾ ഒന്ന് കുറച്ചെങ്ങാനും പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് സെറ്റാക്കി. ഗൈസ്, ഇവിടെ എന്നാലും മിന്നാന്നൊക്കെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ എന്നാലും മിന്നാന്ന് വീഡിയോ എടുത്തില്ല. ഇവിടെ കണ്ടന്റിനാകെ തല്ലാണ്. ഞാൻ വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഓളും ഫോണിൽ ഇറങ്ങിയിരിക്കണ്. എന്തോ ഇത് അതെന്താ അറിയോ, പ്രായത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടായാലും 20 വയസ്സൊക്കെ ആയപ്പോൾ ഞാനും മമ്മ ഏകദേശം എന്താ കണ്ട പ്രായം തോന്നിക്കണ്ടേ. ഞാനെങ്ങനെ മമ്മ വിളിക്കും? എന്താ പറയാ, ഒരേപോലെയാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഓളിന്റെ ഓള് എന്ന് വിളിക്കുമ്പോ എനിക്ക് അറിയണില്ല പിന്നെ ഓള് എന്നോട് വിളിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അതാണ്. പക്ഷെ കുറച്ച് റെസ്പെക്റ്റ് ആവാം. രാവിലെ പിന്നെ ഫുൾ കൺഫ്യൂഷനാണ്, എന്തുണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും. മമ്മ പറഞ്ഞു ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാന്ന്. എനിക്ക് ഗോതമ്പിൻ്റെ ദോശ അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ മൈദയിൽ മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, മമ്മ പോവാണ് ഗൈസ് ജിമ്മിലോട്ട്. ഇനി വീട് ഞാൻ ഏറ്റെടുക്കണം. നീ തന്നെ ഏറ്റെടുക്കണം. ഉച്ച മുതൽ ഞാൻ ഏറ്റെടുക്കും, രാവിലെ നീ ഏറ്റെടുക്കും. ഓക്കെ, നീ വരുമ്പോ നല്ല ബീഫ് വരട്ടിയത് ചോറും. ഓ മൈ ഗാഡ്, ബീഫാണോ? അപ്പൊ അടുക്കള പോയിട്ട് ഞാൻ വരുമ്പോഴേക്കും നല്ല ദോശയും. എന്താ കാര്യം? എന്താ കറി? ഇന്നലത്തെ എന്തോ കറിക്കുണ്ട്. എന്താ ബ്രിഞ്ചാള് കറിയോ? നല്ല ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചോ. ഉച്ചക്ക് നീ വരുമ്പോ ചോറും ബീഫ് ഞാൻ. ആയിക്കോട്ടെ, ഓക്കെ, ബൈ. അങ്ങനെ പിന്നെ മമ്മ പോയപ്പോൾ നമ്മളുടെ ദോശക്കുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരെ കയറി അത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒന്നിൽ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ പാലും വെള്ളം അതിലേലും ഒന്ന് കുടിക്കട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ മൈദദോശ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ തന്നെ ഒന്നല്ല കേട്ടോ ഉണ്ടാക്കാറ്. ചില ദിവസങ്ങളിൽ മമ്മി ഉണ്ടാക്കാറുണ്ട്. പിന്നെ മമ്മയ്ക്ക് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അതായത് മമ്മ ഫുള്ള് ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് എഡിറ്റ് ചെയ്യാനുള്ള മൂഡ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. രാവിലെ പോണതിന് മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണല്ലോ രാവിലത്തെ ചായം കടി ഉണ്ടാക്കി വെക്കല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ രാവിലെ ചായം കടി ഉണ്ടാക്കണം. അല്ലാതെ എല്ലാ പണി ഞാൻ തന്നെ നല്ലതായിട്ട് എടുക്കാറ്. അങ്ങനെ ടേബിൾമക്ക് ദോശയൊക്കെ എനിക്ക് മാത്രമല്ല ഞാൻ കൊടുന്നൊക്കെ തന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നല്ലോ സായ്മോ ഉണ്ടല്ലോ എനിക്കും കൂടി കൊടുക്കുന്നത്. പിന്നെ ആ പണി തീരുമല്ലോ. അങ്ങനെ ഞാനും സായ്മോനും കൂടി ഒപ്പം ഇരുന്നിട്ടാട്ടോ ചായ പിടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ ടീഷർട്ട് എടുക്കാൻ വേണ്ടി പോയി. ഇന്ന് ഫോർമൽസ് ആണ്, പക്ഷെ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉള്ള കാരണം കളർ ഡ്രസ്സ് കേട്ടോ. ഞാൻ ആദ്യം ബ്ലാക്ക് ടീഷർട്ടാണ് എടുത്തത്. അതൊക്കെയാണ് ഇസ്തിരി ഇട്ട് വെച്ചത്. പക്ഷെ ഞാൻ ഇട്ടിട്ട് പോയത് അതല്ല ഗൈസ്, ഞാൻ പിങ്ക് ടീഷർട്ട് ഇട്ടിട്ട് പോയത്. ഞാൻ സാധാരണ പോയിട്ടാണ് ഞാൻ ജിമ്മിൽ പോകാറ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയിട്ട് നേരത്തെ വന്നു. കുറച്ച് ദിവസം ജിമ്മിൽ പോകാനായിട്ട് ഈ കയ്യും കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. എപ്പോഴാ ഒന്ന് കയ്യും കാലൊക്കെ ചായ കടി ഉണ്ടാക്കിയിട്ടില്ലേ? ബീഫ് ഇപ്പോൾ വരും. ഓക്കെ, ഗൈസ്, കോളേജിലോട്ട് പോവുകയാണ്. തീരെ ടൈം ഉണ്ടായി, ഭയങ്കര നേരം വൈകിട്ട് നിന്ന്. അപ്പോൾ ഇൻട്രോ ഒന്നും നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഒരു ജഗപ്പൊക്കെ ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് ഇനി ഞങ്ങളെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം നോക്കാൻ പോവാണ്ട്. പിന്നെ വെള്ളിയാഴ്ച അല്ലേ, ഫുഡ് കഴിക്കാൻ പോകണം എന്തെങ്കിലും സ്പെഷ്യലായിട്ട്. അപ്പോൾ വിശേഷങ്ങൾ കാണിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എപ്പോഴത്തെയും പോലെ ഞാൻ ജൂബിലിക്ക് നിന്ന് ബസ്സൊക്കെ പിടിച്ച് നേരെ കോളേജിൽ പോയി. ഈ കോളേജിൽ കയറുന്ന സമയത്ത് ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ട്, അതിൽ പഞ്ചാണ് എല്ലാവരും. പക്ഷെ എനിക്ക് ഫിംഗർ പ്രിൻറ്റ് വരാറില്ല, അതുകൊണ്ട് എനിക്ക് ആ പണി ഉണ്ടാവാറില്ല. സോ ഗൈസ്, കോളേജിലെത്തി. ഞാൻ ടീഷർട്ട് ഇട്ട് വന്നത്. ഇവളിനോട് ടീഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞിട്ട് ഇവളെന്താ ഇട്ടിക്കണത്? ചുരിദാർ. ചായ പിന്നെ ഷർട്ട് ഇട്ടാനിട്ടോ, വിശേഷമുള്ള തനിമ വേണ്ടേ മക്കളെ. ഓളിനോട് ടീഷർട്ട് ഇട്ടോ, ഇനി മാറ്റി എടുത്തിട്ടോ, ചുരിദാർ ഇട്ട് വരുന്നൊക്കെ പറഞ്ഞ് ഞാൻ ടീഷർട്ട് ഇട്ട് വന്നതാ. ഓൾ ചുരിദാർ ഇട്ട് വന്നിക്ക. പിന്നെ ആദ്യത്തെ 2 പീരീഡ് മാത്രമേ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ളൂ. പിന്നെ 3rd പീരീഡൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി. അങ്ങനെ പിന്നെ ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നു. 1:30 വരെ പ്രാക്ടീസ് ചെയ്യുന്നു കേട്ടോ. 1:30 ആയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങുമല്ലോ, പിന്നെ ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നെന്താ സ്പെഷ്യല്? ഫുൾ പ്രാക്ടീസ് ഒക്കെ ചോറ് കഴിക്കാൻ പോവാണ്. ഇന്നലെ ബീഫ് ബിരിയാണി ഇന്നലെ പപ്സ കഴിച്ചത് മിഞ്ഞാന്ന്.
ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ. ഞങ്ങൾ സാധാരണ ഒക്കെ പണ്ട് പപ്സ് അല്ലെങ്കിൽ കട്ട്ലേറ്റ് സമൂസ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അല്ല, ഇപ്പോൾ ഒക്കെ ഊണ് ബിരിയാണി ഇതൊക്കെ കഴിച്ച് ശീലമായ കാരണം കൊണ്ട് ഊണ് വേണം. ഊണ് നിർബന്ധമാണ്. ഊണിൻ്റെ കൂടെ അച്ചാർ കിട്ടും. ഞങ്ങൾ ചോറിൻ്റെ കാട്ടി കൂടുതൽ അച്ചാറൊക്കെ ആയിട്ട് മേടിക്കാറ്. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാട്ടോ പിന്നെ ഡാൻസിലൊക്കെ തുടങ്ങുന്നത്. കാരണം ആർക്കും കളിക്കാൻ വയ്ക്കില്ല, ഫുഡൊക്കെ നിറഞ്ഞിരിക്കുകയല്ലേ, ദഹിക്കണ്ടേ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് പോരാറ്. ആ ടൈമിലൊക്കെ ബസ് കിട്ടാൻ ഭയങ്കര പണിയായ കാരണം കൊണ്ട് ഞങ്ങൾ 4 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഓട്ടോ പിടിച്ച് കയറും. അപ്പോൾ എന്തായി, ഓരോ ആൾക്കാർ 10 എടുത്താൽ 40 ആയില്ലേ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഓട്ടോയിൽ പോയിട്ട് വരാം, അല്ല ഓട്ടോയിൽ പോകാം. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ബസ് കയറി ഞാൻ നേരെ എൻ്റെ ജൂബിലിക്ക് ചെന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ ജൂബിലിക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര ബോറടി കേട്ടോ. കാരണം കുറേ നടക്കാനുണ്ട്, ഒറ്റയ്ക്കാണ് നടക്കണം. അപ്പോൾ പിന്നെ വർത്താനം പറയാറില്ലാത്ത കാരണം അതിൻ്റേതായ ബോറടി ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ വേഗം വീട്ടിലെത്തി. വീട്ടിലേക്ക് ഡോറൊക്കെ തുറന്നു. കൈസ് ഡോറൊക്കെ തുറന്നപ്പോഴാണ് ഒരു സത്യം എനിക്ക് ഓർമ്മ വന്നത്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തിയപ്പോൾ മമ്മ പല്ല് നേരാക്കാൻ വേണ്ടിയിട്ട്, പല്ല് ക്ലിപ്പ് ഇട്ട് നേരാക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരി പോയിക്കാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ ഇവിടെ നല്ല വിശപ്പുണ്ട്. ആക്ച്വലി കോളേജിൽ നിന്ന് ഊണ് കഴിച്ചതുണ്ടെങ്കിലും എനിക്ക് വീട്ടിൽ വന്ന ഒരു വിശപ്പ് ഇങ്ങനെ വരാറ്. മമ്മ പറഞ്ഞു ബീഫ് ഉണ്ടാവും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു വിശപ്പ്. സാധാരണ ഞാൻ കുറേ കഴിക്കാറുണ്ട്. ഞാനൊരു ദിവസം ഈറ്റിന്മയുടെ ഞാൻ വീഡിയോ ഉണ്ടാക്കാം. കാരണം ഷോർട്സൊക്കെ ചെറുതായി പോവും, വീഡിയോ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ വീഡിയോ ഉണ്ടാക്കി കാണിച്ചു കേട്ടോ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തൊക്കെയുള്ളത് നോക്കി വെക്കാം. പറഞ്ഞ പോലെ തന്നെ അടുക്കളയ്ക്ക് ചെന്നപ്പോൾ നല്ല പൂ പോലത്തെ ചോറുണ്ട്. അപ്പുറത്ത് ബീഫ് കുഴമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആക്ച്വലി മമ്മ കറി ഉണ്ടാക്കിയതാവും. പക്ഷെ മമ്മ എന്താ പറയുക, കറി ഉണ്ടാക്കിയാലും അത് കുഴമ്പ് പോലെ ആവും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കറി. നമ്മൾ ബീഫ് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ ചൊവയും ആ എരിവും ഒക്കെ കിട്ടും. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു ലൂസ് കറി കഴിക്കാൻ കിട്ടണം എനിക്ക്. പക്ഷെ കറി കഴിക്കാൻ മമ്മ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല. കുഴപ്പമില്ല, നമുക്ക് തിന്നാൻ കിട്ടണ്ടല്ലോ, അത് മതിയല്ലോ. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് നീറ്റിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയത് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് നീറ്റ് മമ്മ വിളിച്ചപ്പോഴാണ് നീറ്റത്. അതായത് മമ്മ സ്റ്റാൻഡിലുണ്ട്, ഞാൻ ബസ് കയറാൻ നിൽക്കുന്നത്, പെരുന്തമണ്ണ ബസ് വന്ന് കയറുന്നത് കൊണ്ട് പറയാൻ വേണ്ടി വിളിച്ചാണ് മമ്മ. അപ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിൽ നീറ്റത്, ഉറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പാൽച്ചായ ഉണ്ടായി കുടിക്കണം. ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്, ഞാൻ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ഷൂട്ടിന് വേണ്ടി പോയിരുന്നു. അങ്ങനത്തെ പറയാം, ബ്രൈഡൽ മേക്ക് ഓവർ ഷൂട്ടിന് വേണ്ടി പോയിരുന്നു കേട്ടോ, ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളിലും അതിൻ്റെ പിന്നാലൊക്കെ നടന്നിട്ട് കാരണം കൊണ്ട് ഉറക്കമൊന്നും കറക്റ്റ് ശരിയാവാത്ത കാരണം ഉറക്കം വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ കുറച്ച് വീഡിയോസ് ഉണ്ട് അയച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മേക്ക് ഓവറിൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയണത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും മേക്ക് ഓവർ ചെയ്യാറില്ല, ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളത്, അതായത് വർഷത്തിൽ ഒരെണ്ണമൊക്കെ ആയിട്ട് കണക്കെടുക്കാൻ വേണമെങ്കിൽ. അങ്ങനെ ഞാനല്ല, അവർ ആദ്യം മറ്റേ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തന്നിട്ട് ലെൻസ് വെച്ചപ്പോൾ ഞാനേ അല്ലാതായിപ്പോയി. അത് മാത്രമല്ല, അവർ വന്നിട്ട് പെട്ടിയൊക്കെ തുറന്ന് ബെഡുമ്പോൾ നിരത്തി വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചതോ ഇത്രയൊക്കെ സാധനങ്ങൾ വേണമല്ലോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്. കാരണം അത്രയും കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. ഒന്നിട്ടൊരു കുറവ് വരാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ഐ മേക്കപ്പ് ആണ് ആദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ സാധാരണ മേക്കപ്പ് ഇടാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് മുഖത്ത് എന്തോ സാധനം വെച്ച പോലെയൊക്കെ തോന്നാറ് കേട്ടോ. ഞാൻ മേക്കപ്പ് ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ല വേറെ ഒന്നും മുഖത്ത് തേക്കാറില്ല. എനിക്കാണെങ്കിൽ വള ഒക്കെ ഇടുന്ന സമയത്ത് എൻ്റെ കൈമ തീരെ കൊള്ളില്ല. കാരണം നല്ല എന്താ പറയുക, ഒരു തടിച്ച കൈയാണ് എൻ്റെ. അതുകൊണ്ട് എൻ്റെ കൈമ വളമൊന്നും അധികം കൊള്ളാറില്ല, ഞാൻ വള ഇടാറുമില്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഇട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെ വളയും മോതിരവും ഒക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ നെറ്റിച്ചൂട്ടി, അതിനല്ലേ പറയുക, ചൂട്ടി, അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹെയർ ക്രിമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഫേസ് കണ്ടത് ഞാനല്ല, അത് വേറെ കാര്യം. പിന്നെ ഫോട്ടോഷൂട്ടും പോയപ്പോൾ നല്ല രസം കേട്ടോ. ഓരോ തരത്തിലാണല്ലോ ഫോട്ടോസ് എടുക്കുക. ഇത് നമ്മൾ ഷാള് പെട്ടെന്ന് മേത്തേക്ക് വീഴുമ്പോഴുള്ള ഒരു സീൻ ഉണ്ടല്ലോ, അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് കാറ്റ് ചിലപ്പോൾ അങ്ങണ്ടാവും ഇങ്ങണ്ടാവും, വീഡിയോ എടുക്കണമെന്ന് നേരാവില്ല. എനിക്ക് പിന്നെ ഓരോ പോസുകൾ പറഞ്ഞു തരുന്ന കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് പോസ് ഇടാൻ പറയുമ്പോഴല്ലേ ആകെ പ്രശ്നം ഉണ്ടാവുക. പക്ഷെ എനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് മറ്റേ അങ്ങനെ ചെയ്ത് നോക്കും ഇങ്ങനെ ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞു തരുന്ന കാരണം കൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കെന്താ ഓർമ്മ വരുന്ന അറിയോ, പണ്ട് ഞാൻ നാടോട്ടത്തിന് പോയിട്ട് അതിന് ശേഷം ഞാൻ അങ്ങനെ എണ്ണ തേച്ചിട്ട് മേക്കപ്പ് കളഞ്ഞിട്ടില്ല. നാടോട്ടത്തിന് പോയിട്ട് ഇങ്ങനെ ഒരു മേക്കപ്പ് ഇടും, എന്നിട്ട് തേച്ചരച്ചാൽ ഇവിടെ അങ്ങനെ കറുപ്പ് കുട ചുവപ്പൊക്കെ ആയി വരും. അതേപോലെ എണ്ണ തേച്ച് കളഞ്ഞോണ്ടിരിക്കണം. തല എനിക്ക് ഇഷ്ടപ്പെട്ടോ? ആ രസമുണ്ടായിരുന്നു, ഫോട്ടോഷൂട്ടൊക്കെ രസമുണ്ടായിരുന്നു. അവര് പോസുകൾ അങ്ങനെ ഇങ്ങനെ മറ്റേ പറഞ്ഞ കാരണം കൊണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതല്ലേ, ഇനി നമുക്ക് പാൽച്ചായ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു വെറൈറ്റി രീതിയിൽ ചായ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. അതായത് നമ്മള് പാല് തിളക്കുമ്പോൾ എനിക്ക് ചായപ്പൊടി ഇട്ടിട്ട് ചായ ഇങ്ങനെ തിളച്ച് വരുന്ന ആ സ്റ്റൈൽ ഉണ്ടാക്കണം. അതേപോലെ ഞാൻ പാൽപ്പൊടി ഇട്ടിട്ട് പാൽപ്പൊടി തിളച്ച് വരുമ്പോൾ എനിക്ക് ചായപ്പൊടി ഇട്ടാണ് ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കാറ് കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ആക്ച്വലി ഇത് ഞാൻ പുതുതായിട്ട് കണ്ടെത്തിയതൊന്നുമല്ല. ഞാൻ ഏതോ ഒരു സമയത്ത് ഉറക്കത്തുനിന്ന് നീറ്റ് വന്നപ്പോൾ ചായ ഉണ്ടാക്കാൻ പോയി. ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആദ്യം ചായപ്പൊടി ഇടുന്നതിന് പകരം നേരെ ചെന്ന് പാൽപ്പൊടി ഇട്ടത്. പിന്നെ വേറെ വഴിയില്ലല്ലോ, അപ്പം ഉണ്ടാക്കിയ സ്റ്റൈലാണ് ഇട്ടത്. അപ്പോൾ കുടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് ചായ മാത്രം കുടിച്ചാൽ പോലെ അങ്ങനെ കഴിക്കാൻ വേണ്ടേ? തടാ, രാവിലെ 2 ദോശ ഇരിക്കുന്നുണ്ട്, അത് കഴിക്കാം ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ദിവസം വാട്ടയിൽമേടെ എടുത്താൽ ഷോർട്സിലല്ല വീഡിയോക്ക് വേണ്ടി ഒതുക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യേണ്ടത് അടുത്തത് ഞാൻ ഉണ്ടായിക്കോട്ടെ. എപ്പോഴും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. കുറേ അതായത് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാന്തള്, ബീഫ്, ചിക്കൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കഴിക്കും. അപ്പോൾ ഗൈസ്, മമ്മ വിളിച്ചിട്ട് പറയുകയാണ് മമ്മക്ക് സ്വീറ്റ് കോൺ പുഴുങ്ങി വെക്കണം. മമ്മ സ്വീറ്റ് കോൺ ഇവിടെ പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് ഇട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടി ഞങ്ങൾ റൈസ് കുക്കർ ഉണ്ട് ഇവിടെ. ആ റൈസ് കുക്കർ മേലെ കയറ്റി വെച്ചിരിക്കുന്നു. ഞാൻ റൈസ് കുക്കർ അടിയിലേക്ക് ഇറക്കിയിട്ട് മമ്മക്ക് കോൺ പുഴുങ്ങി കൊടുക്കണം. മമ്മ വരുന്നുണ്ട്, എത്താറായിക്കണം ഏറെക്കുറെ ഇവിടെ. എന്നാൽ ഞാൻ കോൺ പുഴുങ്ങട്ടെ. അപ്പോൾ ഇതാണ് റൈസ് കുക്കർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോണത്. മമ്മ ഉപയോഗിച്ചിരുന്നു, മമ്മ ചോറുണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കറണ്ട് ബില്ല് കൂടുമെന്നുള്ള പേടി കാരണം കൊണ്ട് മേലൊക്കെ എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റൗമ്മ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാനിതിൻ്റെ ABCD പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്കിതിൻ്റെ ABCD ഒന്നും അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബട്ടൺ എന്താണ്, ഏതൊക്കെയാണ്, എങ്ങനെ വെക്കേണ്ടതൊക്കെ ഞാൻ പഠിച്ചപ്പോൾ മമ്മക്ക് വിളിച്ചപ്പോൾ മമ്മ പറഞ്ഞു അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് അതിൻ്റെ മേലെ ആ ഓട്ടപാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് കോൺ ഇടേണ്ടത്. ഞാൻ ചോദിച്ചു മമ്മ അതിൻ്റെ അടിയിൽ കൂടെ വീഴൂലെന്നൊക്കെ, കാരണം ഓട്ടല്ലേ. മമ്മ പറഞ്ഞില്ല വീഴൊന്നുമില്ല. പറഞ്ഞിട്ട് മമ്മൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടുകട്ടോ ചെയ്തത്. നമ്മൾ ഉപ്പും ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അത് നമ്മൾ പിന്നെ മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി. പിന്നെ ഈ ഓണും ഓഫും ആക്കാൻ ഞാൻ കുറച്ചെങ്ങാനും പാടുപെട്ടിരുന്നു. ഫൈനലി മൈ മദർ ഈസ് ഹിയർ ഗൈസ്. 4 വട്ടം 6 to 7 5 to 6 അങ്ങനെ. ഓ മൈ. ഓക്കെ, മമ്മന്റെ വീഡിയോ ഉണ്ടാവും കേട്ടോ. തന്നെ മമ്മ വന്നപ്പോൾ ലേസ് കൊടുത്തിരുന്നു കേട്ടോ. ലേസ് കൊടുക്കുന്നത് വെറുതെ അല്ല, ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. കാരണം കുറേ കാലമായി ലേസ് കഴിച്ചിട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ലേസ് ഞാൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മമ്മയുടെ ലേസൊക്കെ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് ഞാൻ സ്വീറ്റ് കോൺ റെഡി ആയിട്ട് തുറന്നാക്കിയപ്പോൾ സ്വീറ്റ് കോൺ വെന്തിട്ടില്ല കഴിച്ചതിൻ്റെ അളവ് എനിക്ക് മനസ്സിലാവണം. അപ്പോൾ ഞാൻ പിന്നെ അടച്ചു വെച്ചിട്ട് പിന്നെ ഓണാക്കി ഞാൻ അത് വേവിക്കാൻ വെച്ചു. ഞാൻ അങ്ങനെയൊക്കെയാണ് വേവിക്കാൻ വെച്ച്. ആ വെച്ചേക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി ഗൈസ്. ആകെ കരിഞ്ഞു പോയി, വെള്ളമല്ലേന്നു. അത് സാരല്ല, നമ്മൾ ചെറുതായിട്ട് പണിയൊക്കെ പാളുമല്ലോ. പിന്നെ മമ്മ കഴുകുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മളൊരു പാത്രത്തിൽ കിട്ടായിരിക്കും നമ്മൾ ഉപ്പ്, ബട്ടർ, കുരുമുളക് ഇതാട്ടോ ഇട്ടിട്ടുള്ളൂ. നമ്മൾ സാധാരണ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ചിലപ്പോൾ മുളക് പൊടി, ചാട്ട് മസാല അങ്ങനത്തെ സംഭവങ്ങൾ ഇടും. പക്ഷെ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റ് കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്വീറ്റ് കോൺ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് കാട്ടി, നമ്മളപ്പുറത്ത് ബിനിത്താത്തല്ല, അവർക്ക് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരിങ്ങോട്ടും നമുക്ക് ചിലപ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോണൊക്കെ അടിച്ച് വെച്ച് പാത്രത്തിലാക്കി അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരൊക്കെ എടുക്കാൻ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.